അമിതവണ്ണമുള്ളവരിൽ കൊളസ്ട്രോൾ സാധ്യതയും ഉണ്ടാകുമെന്ന് നാം എപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ്. എന്നാൽ തീരെ മെലിഞ്ഞിരിക്കുന്നവരിലും കൊളസ്ട്രോൾ കണ്ടുവരാറുണ്ട്. കൊളസ്ട്രോൾ എന്താണെന്നും വിവിധ തരം കൊളസ്ട്രോളുകൾ ഏതൊക്കെയെന്നും അറിഞ്ഞിരിക്കേണ്ടതും നിർബന്ധമാണ്. അമിതവണ്ണവും കൊളസ്ട്രോളും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളായാണ് മിക്കവരും കണക്കാക്കുന്നത്. എന്നാൽ അമിതവണ്ണമാണ് കൊളസ്ട്രോളിന് കാരണമാകുന്നത് എന്ന തോന്നൽ ശരിയല്ല. കാരണം ശരീരം തീരെ മെലിഞ്ഞിരിക്കുന്നവരിലും കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ട്. അതിനാൽ ശരീരവണ്ണവും കൊളസ്ട്രോളും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ശരീരഭാഗങ്ങളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടി ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന അവസ്ഥയെ പൊതുവെ കൊളസ്ട്രോൾ എന്ന ഒറ്റവാക്കിൽ വിളിക്കുമെങ്കിലും കൊളസ്ട്രോൾ പലതരമുണ്ട്. ഏത് തരം കൊളസ്ട്രോൾ ആണ് ശരീരത്തെ ബാധിച്ചത് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അത് ശരീരത്തിന് എത്രത്തോളം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ആകെ കൊളസ്ട്രോൾ മാത്രമാണ് എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തരംതിരിച്ചുള്ള കൊളസ്ട്രോൾ ഫലം ലഭിക്കുകയുമില്ല. പ്രതിരോധവും രോഗനിർണയവും ഫലപ്രദമാകണമെങ്കിൽ വിശദമായ പരിശോധന നടത്തുകയാണ് ആദ്യം വേണ്ടത്. കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി കാണുന്നത് ഭക്ഷണമാണ്. എന്നാൽ പാൽ, മുട്ട, മാംസം എന്നിവ മിതമായ അളവിൽ കഴിക്കുന്നത് വലിയ തോതിൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ കാരണമാകില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. മുട്ട കഴിക്കുകയാണെങ്കിൽ മുട്ട മുഴുവനായും കഴിക്കണം. മഞ്ഞ ഒഴിവാക്കി കഴിക്കേണ്ടതില്ല. 2-3 ആഴ്ചയിൽ ഒരിക്കൽ മാംസാഹാരം കഴിക്കുന്നത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുമില്ല. എന്നാൽ പതിവായി കഴിക്കുമ്പോൾ മാത്രമാണ് ഇവ അപകടം സൃഷ്ടിക്കുന്നത്. കൊളസ്ട്രോൾ അല്പം കൂടുതലാണെന്ന് സ്ഥിരീകരിച്ചാൽ ഉടൻ നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് ഒഴിവാക്കുന്ന ആഹാര സാധനങ്ങളിൽ ചിലതാണ് അണ്ടിപ്പരിപ്പ്, നിലക്കടല, തേങ്ങ എന്നിവ. എന്നാൽ ഇവ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ആൽക്കഹോളിനൊപ്പം ഒരിക്കലും ഇവ ഉപയോഗിക്കാൻ പാടില്ല. പാക്കറ്റ് ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. അതിനാൽ കൊളസ്ട്രോൾ വർദ്ധിച്ച അളവിലുള്ള ആളുകൾ ഇവ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് നല്ലത്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളും കൊളസ്ട്രോൾ ലെവലിനെ ബാധിക്കും. ഒരാളുടെ പ്രായം, ജനിതക പാരമ്പര്യം, പുകവലി പോലുള്ള ശീലങ്ങൾ, വ്യായാമം തുടങ്ങി പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. പതിവായി വ്യായാമം ചെയ്യുന്നത് ഒരു പരിധിവരെ കൊളസ്ട്രോൾ നില നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും.